ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കുറേ ഇവൻറ്റ്സും കാര്യങ്ങളും വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ 9th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ്. അതുപോലെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റും വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പറ്റിയായിരിക്കും ഈ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഒരു VSSൻ്റെ പുതിയ സ്കിൻ വരാൻ പോവുകയാണ്. നമ്മുടെ ഗെയിമിൽ നോക്കുവാണെങ്കിൽ VSSന് അങ്ങനെ സ്കിൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ അവസാനം നമ്മുടെ VSSന് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട്. ഫസ്റ്റ് ഇത് ഗണ്ണ് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിൽ വരുന്ന ഈ ഒരു ഗണ്ണാണ്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ഡബിൾ റീലോഡ് സ്പീഡ്, സിംഗിൾ ഡാറ്റ ഫയർ, അതോടൊപ്പം മൈനസ് ആയിട്ട് വരുന്നത് മാഗസീനാണ്. പിന്നെ നെക്സ്റ്റ് ഗണ്ണ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു AKയുടെ സ്കിന്നാണ്. നമ്മുടെ ഇൻക്യുബേറ്ററിൽ പണ്ട് വന്ന ഈ ഒരു AKയുടെ സ്കിന്നാണ് നമ്മുടെ ഈ ഒരു VSS ഗണ്ണിൻ്റെ ഇവൻറ്റിൽ വരാൻ പോകുന്നത്. ഈ ഒരു AK ഏതാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ യൂണിക്കോൺ AK ഇല്ല, അതാണ് ഈ ഒരു AKയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ യെല്ലോ കളറിൽ നമ്മുടെ AK വരുന്നുണ്ട്. രണ്ടും നമ്മുടെ ഇൻക്യുബേറ്ററിൽ പണ്ട് വന്ന AKസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവസാനം നോക്കാൻ പോകുന്നതാണ് ഇവിടെ കാണുന്ന ഈ ഒരു മെയിൻ ആയിട്ടുള്ള VSSൻ്റെ സ്കിന്ന്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ഡബിൾ ഡാമേജ്, സിംഗിൾ ആക്യുറസി, അതോടൊപ്പം മൂവ്മെന്റ് സ്പീഡാണ് മൈനസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ 9th ആനിവേഴ്സറിയുടെ ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ജൂൺ 24 മുതൽ ജൂലൈ 15 തീയതി വരെ ആയിരിക്കും നമ്മുടെ 9th ആനിവേഴ്സറി കാണുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു പോസ്റ്ററാണ് നമ്മുടെ ബംഗ്ലാദേശ് സർവറിൽ വന്ന ഒരു പോസ്റ്റർ. അതുപോലെ തന്നെ നമ്മുടെ 8th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ജൂൺ 20 തീയതിയാണ്. അതോടൊപ്പം 7th ആനിവേഴ്സറി, 6th ആനിവേഴ്സറി നടന്നത് നമ്മുടെ ജൂൺ മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മുടെ ജൂൺ മാസത്തിലായിരിക്കും നമ്മുടെ 9th ആനിവേഴ്സറി വരാൻ പോകുന്നത്. ഇതൊരു കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ 9th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ടോക്കണാണ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ റിവാർഡ് വരുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു ഗോൾഡൻ AKയുടെ സ്കിന്നാണ്. ഈ ഗണ്ണ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓൾഡ് പ്ലേയേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു ഗണ്ണാണ്. മിക്ക ഓൾഡ് പ്ലേയേഴ്സിന്റെ കയ്യിൽ ഈ ഒരു സ്കിന്ന് കാണുന്നതായിരിക്കും. നമ്മുടെ വീക്കിലി വഴിയാണ് ഈ ഒരു സ്കിന്ന് എല്ലാവർക്കും കിട്ടിയത്. എന്നാൽ നമുക്ക് ഈ ഒരു സ്കിന്ന് നമ്മുടെ 9th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ്. 4 പ്രാവശ്യം ബുയ അടിക്കുമ്പോഴായിരിക്കും ഈ ഒരു സ്കിന്ന് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം നമ്മുടെ മാജിക് ക്യൂബ് കിട്ടുന്നത് 5 ബുയ അടിക്കുമ്പോഴായിരിക്കും നമ്മുടെ മാജിക് ക്യൂബ് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ മാജിക് ക്യൂബ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കുവാണെങ്കിൽ 9th ആനിവേഴ്സറിയുടെ പീക്ക് ഡേ ആയ 10th തീയതി ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ മാജിക് ക്യൂബ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലും അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ ബണ്ടിൽസ് ആണ് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബാൻഡഡ് ബണ്ടിലാണ് ഫസ്റ്റ് ബണ്ടിലായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ബണ്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ നൈറ്റ് ക്ലൗൺ ബണ്ടിലാണ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജോക്കർ ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിലാണ് രണ്ടാമത്തെ ബണ്ടിലായിട്ട് വരാൻ പോകുന്നത്. ഇത് മിക്ക പ്ലേയേഴ്സിൻ്റെ കയ്യിലുള്ളതാണ്. കുറേ പ്രാവശ്യം തന്നെ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിലാണ്. ഇത് നമ്മുടെ പണ്ട് ഡയമണ്ട് റോയലിൽ വന്ന ഒരു ബണ്ടിലാണ്. ഇത് മിക്ക പ്ലേയേഴ്സിൻ്റെ കയ്യിലുള്ള ബണ്ടിലാണ്. പിന്നെ നോക്കുവാണെങ്കിൽ അതിൻ്റെ തന്നെ ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. അതും ഒരു കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ്. നിങ്ങൾ ഫീമെയിൽ ക്യാരക്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ബണ്ടിൽ വരുന്നത് നൈറ്റ് സ്ലെയർ ബണ്ടിലാണ്. ഇതിൻ്റെ ഹെയർ ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ആണ്. ഇത് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഗെയിമിൽ അങ്ങനെ അധികം ടൈം അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു ബണ്ടിലിൻ്റെ ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ഇവിടെ കാണുന്നതാണ് ആ ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. ഇതും കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ്. ഫീമെയിൽ ക്യാരക്ടർ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിലാണ്. ഇതങ്ങനെ നമ്മുടെ മാജിക് സ്റ്റോറിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ബണ്ടിലിൻ്റെ പേര് നോക്കുവാണെങ്കിൽ റെട്രോ എവർഗ്രീൻ എന്നാണ്. പിന്നെ അടുത്ത ബണ്ടിൽ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലാണ്. സെയിം അതേപോലെ തന്നെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബണ്ടിലാണ്. ഒരു റോയൽ ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു ബണ്ടിലാണ്. ഫീമെയിൽ ക്യാരക്ടർ യൂസ് ചെയ്യുന്നവർക്ക് ഈ ബണ്ടിൽ എടുക്കാം. പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഈ പുലിയുടെ മുഖമുള്ള ഒരു ബണ്ടിലാണ്. ഇതും മാജിക് ക്യൂബ് സ്റ്റോറിൽ കുറേ ടൈം വന്നിട്ടുള്ളതാണ്. പണ്ട് മുതലേ ഈ ഒരു ബണ്ടിൽ നമ്മുടെ മെയിൻ മാജിക് ക്യൂബ് സ്റ്റോറിലെ ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമ്മുടെ മാജിക് ക്യൂബ് എല്ലാവർക്കും കിട്ടിയതിന് ശേഷമായിരിക്കും ഈ ഒരു ചേഞ്ച് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ മാജിക് ക്യൂബ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.